Hello, welcome to Red Short Talks. നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങൾ തന്ന ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജികളാണ് നോക്കുന്നത്. അതെ, പ്രധാനമായും വിലയും RSIയും വെച്ചിട്ടുള്ള അനാലിസിസ്. ഈ തന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിലാണ് നമ്മുടെ ഫോക്കസ്. നിങ്ങൾ അയച്ച ആ വിശകലനം ജൂലൈയിലെ ആ ഒരു ഹൈ ലെവൽ ഉണ്ടല്ലോ 25,000, ആ ടോപ്പ്, അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ഒരു കറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതെ, ആ ഒരു ഇറക്കം. അപ്പൊ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അല്ലെ, പല ടൈം ഫ്രെയിമുകൾ എടുത്ത്. ശരി, തുടങ്ങാം. വീക്ക്ലി വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പം ഏറ്റവും വലിയ ചിത്രം വീക്ക്ലി ചാർട്ട്. പ്രധാന ട്രെൻഡ് നോക്കിയാൽ അത് മുകളിലേക്ക് തന്നെയാണ്. ആണ്, പക്ഷേ ഇപ്പൊ ഒരു പുൾ ബാക്ക് കാണുന്നുണ്ട്, ഒരു തിരുത്തൽ. അതെ, ഒരു ചെറിയ ഇറക്കം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ മുകളിൽ ആ 24,900 തൊട്ട് 25,000 വരെയുള്ള ഏരിയ, അതൊരു റെസിസ്റ്റൻസ് ആണ്. അവിടെയാണ് തടസ്സം. താഴെയോ? താഴെ സപ്പോർട്ട് വരുന്നത് ആദ്യം 24,300, പിന്നെ കുറച്ചുകൂടി താഴെ 23,900. ശരി, RSI എവിടെയാ നിൽക്കുന്നത്? RSI 14 ഏകദേശം 52 ആണ്, അതായത് ഒരു മിഡ് റേഞ്ചിലാണ്. ഓ, 50 മുകളിൽ. അപ്പൊ തീരെ മോശമല്ല. അല്ല, പക്ഷെ ഭയങ്കര ബുള്ളിഷും അല്ല, ഒരു ന്യൂട്രൽ അവസ്ഥ. അതായത് ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത്ര സ്ട്രോങ് അല്ല. അതെ, ചുരുക്കത്തിൽ 24,300 മുകളിൽ നിൽക്കുന്നിടത്തോളം ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, പക്ഷെ ശ്രദ്ധിക്കണം. ശരിയാണ്. ഈ വീക്ക്ലി അനാലിസിസ് നമുക്ക് ഇൻട്രാഡേ തീരുമാനങ്ങൾക്ക് ഒരു വലിയ ദിശാബോധം തരും. ഈ RSI 52 നിൽക്കുന്നത് കൊണ്ട് അമിതമായ ബുള്ളിഷ് ആത്മവിശ്വാസം വേണ്ട. ജാഗ്രത നല്ലതാണ്. അതെ, ആ 24,300 ബ്രേക്ക് ചെയ്താൽ ചിലപ്പോ കൂടുതൽ താഴേക്ക് പോകാം, സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് താഴോട്ട് വരാം. ഡെയിലി ടൈം ഫ്രെയിം നോക്കാം. ഓക്കെ, ഡെയിലിയിൽ എന്താണ് കാണുന്നത്? ഡെയിലിയിൽ ജൂലൈയിലെ ആ ഹൈയിൽ നിന്നുള്ള ഇറക്കം അതിന്റെ വേഗത കുറയുന്ന പോലെ തോന്നുന്നു. ഒരു സ്റ്റെബിലൈസേഷൻ ശ്രമം. അതെ, വില ഏകദേശം 24,400-നും 24,700-നും ഇടയിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ 24,400-ന് മുകളിൽ പിടിച്ചു നിന്നാൽ അതൊരു ഹയർ ലോ ഫോർമേഷൻ ആടാം. അതായത് മുൻപത്തെ ലോയുടെ മുകളിൽ ഒരു പുതിയ ലോ. അത് നല്ല സിഗ്നൽ ആണ്. അതെ, ട്രെൻഡ് മുകളിലേക്ക് തിരിയാനുള്ള ഒരു ആദ്യ സൂചനയായിട്ട് വേണമെങ്കിൽ കാണാം. ഓക്കെ, ഇവിടത്തെ പ്രധാന ലെവലുകൾ. റെസിസ്റ്റൻസ് വരുന്നത് 24,720-ഉം 24,750 ഏരിയ. സപ്പോർട്ട് 24,420-ഉം 24,400-ഉം. RSI 14 ഏകദേശം 44.5 ആണ്. ഓവർസോൾഡ് ഏരിയയിൽ നിന്ന് പതുക്കെ കയറി വരുന്നു. അപ്പോ മൊമെന്റം കൂടുന്നു എന്നാണോ? ഒരു ആദ്യ ലക്ഷണം കാണിക്കുന്നുണ്ട്, പക്ഷെ ഉറപ്പിക്കാറായിട്ടില്ല. ഈ ഹയർ ലോ സാധ്യതയും പതുക്കെ ഉയരുന്ന RSIയും രണ്ടും ഒരു പോസിറ്റീവ് സൂചനയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 24,750 റെസിസ്റ്റൻസ്, അതെ, അത് കടക്കാതെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അതൊരു പ്രധാന കടമ്പയാണ്. അത് നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്യണം. ശരിയാണ്. അപ്പോ ഡെയിലിയിൽ ഒരു സാധ്യതയുണ്ട്, പക്ഷെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതെ, ഇനി ഇൻട്രാഡേയിലേക്ക് വരാം. 1 മണിക്കൂർ ചാർട്ട്. ഓക്കെ, അവർലി ചാർട്ട്. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി സൈഡ് വേസ് ആണ്. ഒരു റേഞ്ചിനുള്ളിലാണ് വില. ഏകദേശം 24,560 സപ്പോർട്ടും 24,700 റെസിസ്റ്റൻസും. ഒരു കൺസോളിഡേഷൻ. അതെ, ഇതിനുള്ളിൽ ഹയർ ലോകളും ലോവർ ഹൈകളും കാണുന്നുണ്ട്. ഇതൊരു കംപ്രഷൻ ഫേസ് എന്ന് പറയാം. ഒരു സ്പ്രിംഗ് പോലെ ചുരുങ്ങുന്നു അല്ലെ, ഒരു വലിയ മൂവിന് മുൻപ്. അതെ, ഊർജം സംഭരിക്കുകയാണ്. RSI നോക്കിയാൽ ഏകദേശം 53 ആണ്. ന്യൂട്രൽ. അതെ, നടുക്ക് നിൽക്കുന്നു. ഈ സൈഡ് വേസ് അവസ്ഥയെ ശരിവെക്കുന്നു. ഈ കംപ്രഷൻ പീരീഡ് പ്രധാനമാണ്, കാരണം ഇത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് വരാം. അത് മുകളിലേക്കോ താഴേക്കോ ആകാം. അതെ, ആ ബ്രേക്ക് ഔട്ട് ഏത് ദിശയിലാണോ അതനുസരിച്ചായിരിക്കും അടുത്ത നീക്കം. RSI നടുക്ക് നിൽക്കുന്നത് കൊണ്ട് രണ്ട് ഭാഗത്തേക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കാത്തിരിക്കണം. ശരി, ഇനി ഏറ്റവും ചെറിയ ടൈം ഫ്രെയിം 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് എൻട്രിക്ക് വേണ്ടി നമ്മൾ സാധാരണ നോക്കുന്നത്. അതെ, ഇവിടെയും ചെറിയൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. പക്ഷെ ഒരു കാര്യം, 24,580, 24,600 റേഞ്ചിൽ കുറച്ച് ലിക്വിഡിറ്റി കൂടിയതായി കാണുന്നു. ഓർഡറുകൾ കൂടുതലുള്ള ഏരിയ. അതെ, അവിടെ വിലയെത്തുമ്പോൾ പെട്ടെന്നൊരു റിയാക്ഷൻ ഉണ്ടാവാം. ഇവിടത്തെ RSI ഏകദേശം 45. അതും വീക്കാണ്. അതെ, വലിയ മൊമെന്റം ഇല്ല. അപ്പോ ഈ 4 ടൈം ഫ്രെയിമും വെച്ച് നോക്കുമ്പോ എന്താണ് ചിത്രം? ചിത്രം എന്താണെന്ന് വെച്ചാൽ
മാർക്കറ്റ് ഒരു തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ഡെയിലിയിൽ ഒരു റിവേഴ്സൽ ശ്രമം കിടക്കുന്നു, പക്ഷെ ഹവർലിയിലും 15 മിനിറ്റിലും കൺസോൾട്ടേഷൻ ആണ്. ശരി, അപ്പോൾ ട്രേഡ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് 2 സാധ്യതകൾ വെച്ച് പ്ലാൻ ഉണ്ടാക്കാം. ഒന്ന് ബുള്ളിഷ്, അതായത് മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചാൽ. ഓക്കെ. ട്രിഗർ എന്തായിരിക്കും? 15 മിനിറ്റ് ചാർട്ടില് ആ 24,700 എന്ന ഹവർലി റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് നല്ല വോള്യത്തോടെ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതെ, വോള്യം പ്രധാനം. എൻട്രി ഒരു 24,705, 24,715 റേഞ്ചിൽ നോക്കാം. സ്റ്റോപ്പ് ലോസ് 24,660 താഴെ. ടാർഗറ്റ്സ്: ആദ്യ ടാർഗറ്റ് 24,750. ആ ഡെയിലി റെസിസ്റ്റൻസ് അത് കടന്നാൽ പിന്നെ 24,800, 24,820 വരെ നോക്കാം. ഇത് ഡെയിലിയിലെ ആ റിവേഴ്സൽ ശ്രമവുമായി ചേർന്ന് പോകുന്നുണ്ട്. അതെ. ഇനി രണ്ടാമത്തെ സാഹചര്യം ബേറിഷ്, താഴോട്ട് പോകാനാണ് സാധ്യതയെങ്കിൽ. ഓക്കെ. ഷോർട്ട് ചെയ്യാനുള്ള പ്ലാൻ: ട്രിഗർ 15 മിനിറ്റ് ചാർട്ടിൽ 24,550 ലെവലിന് താഴെ നല്ല സെല്ലിംഗ് വോള്യത്തോടെ ക്ലോസ് ചെയ്താൽ, ഹവർലി സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ. അതെ. എൻട്രി ഏകദേശം 24,545, 24,550 റേഞ്ചിൽ. സ്റ്റോപ്പ് ലോസ് 24,590 മുകളിൽ വെക്കാം. ടാർഗറ്റ്സ്: ആദ്യത്തേത് 24,500. അത് കഴിഞ്ഞാൽ ആ ഡെയിലി സപ്പോർട്ട് ഏരിയ 24,420, 24,400. ഇത് റെസിസ്റ്റൻസിൽ നിന്ന് റിജക്റ്റ് ആയി ഡെയിലി സപ്പോർട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പരിഗണിക്കുന്നു. അതെ. ഈ പ്ലാനുകൾ നല്ലതാണ്. വ്യക്തമായ ട്രിഗറും സ്റ്റോപ്പും ടാർഗറ്റുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. എന്താണത്? നമ്മൾ മുൻപ് ചർച്ച ചെയ്ത ആ ട്രേഡിംഗ് നിയമങ്ങൾ ഈ പ്ലാനുകൾക്കൊപ്പം അതും പാലിക്കണം. 4 നിയമങ്ങൾ അല്ലേ? അതെ. ഒന്നാമത്തേത് വോളിയം കൺഫർമേഷൻ. ബ്രേക്ക്ഔട്ട് സമയത്ത് വോളിയം ഇല്ലെങ്കിൽ അത് ഫേക്ക് ആകാം. ശരിയാണ്. രണ്ടാമത്തേതോ? ഭാഗിക ലാഭം എടുക്കുക. ആദ്യ ടാർഗറ്റിൽ എത്തുമ്പോൾ കുറച്ചെങ്കിലും ലാഭം ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. റിസ്ക് കുറയ്ക്കാം. മൂന്നാമത്തേത് സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതെ, ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ കയറി ട്രേഡ് എടുക്കുന്നത് ഒഴിവാക്കുക. നാലാമത്തേത് മാർക്കറ്റ് ക്ലോസിംഗ് സമയത്ത്, അതായത് അവസാനത്തെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ പുതിയ ട്രേഡുകൾ എടുക്കാതിരിക്കുക. ശരിയാണ്. അപ്പോ ഈ നിയമങ്ങൾ കൂടി ചേർത്ത് വേണം ഈ പ്ലാനുകളെ സമീപിക്കാൻ. തീർച്ചയായും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വിശകലനം കാണിക്കുന്നത് പോലെ പല ടൈം ഫ്രെയിമുകൾ ഒരുമിച്ച് നോക്കണം. എന്നിട്ട് വിലയുടെ ചലനങ്ങളും RSI പോലുള്ള സൂചകങ്ങളും ഉപയോഗിച്ച് വ്യക്തമായ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് ഇവയെല്ലാം അടങ്ങിയ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതെ, ഇൻട്രാഡേ ട്രേഡിംഗിൽ പ്ലാനിംഗ് വളരെ പ്രധാനമാണ്. ഈ പ്ലാനിംഗ് ആണ് ഒരു പരിധി വരെ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. തീർച്ചയായും. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസാന കാര്യം കൂടിയുണ്ട്. എന്താണത്? ഈ വിശകലനവും നമ്മൾ ഉണ്ടാക്കിയ പ്ലാനും ഒക്കെ കൊള്ളാം. പക്ഷേ ഇത് നിങ്ങളുടെ സ്വന്തം റിസ്ക് മാനേജ്മെന്റ് തന്ത്രവുമായി എങ്ങനെ യോജിക്കുന്നു എന്ന് കൂടി നോക്കണം. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓരോരുത്തരുടെയും റിസ്ക് എടുക്കാനുള്ള ശേഷി വ്യത്യസ്തമായിരിക്കും. ഈ പ്ലാനിലെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതാണോ, അതോ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് മാറ്റേണ്ടതുണ്ടോ? ശരിയാണ്. സ്വന്തം റിസ്കിനനുസരിച്ച് വേണം പൊസിഷൻ സൈസ് തീരുമാനിക്കാനും സ്റ്റോപ്പ് ലോസ് വയ്ക്കാനും. അതെ, ഇതൊന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. സ്വന്തം റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ഈ പ്ലാനുമായി യോജിപ്പിക്കാം എന്നത് വളരെ നല്ലൊരു ചിന്തയാണ്. അപ്പോ ഇന്നത്തെ ഈ വിശകലനം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. തീർച്ചയായും. ശ്രദ്ധിച്ചതിന് നന്ദി.